നമസ്കാരം. കൗതുകജനകമായ ഒട്ടനേകം ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. ഇപ്പോഴിതാ ശ്വസനവേളകളിൽ വൈദ്യുതി പുറപ്പെടുവിക്കാൻ ശേഷിയുള്ള സൂക്ഷ്മജീവികളെ കണ്ടെത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ ടെക്സസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റൈസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകർ. ഈ സൂക്ഷ്മജീവികളുടെ കണ്ടെത്തൽ ഊർജ രംഗത്തെന്ന പോലെ ബയോടെക്നോളജി രംഗത്തും പുതുവിപ്ലവം സൃഷ്ടിക്കാൻ പോന്നതാണ്. ഭൂരിഭാഗം ജീവജാലങ്ങളും ആഹാരത്തിന്റെ ഉപാപചയ പ്രക്രിയയ്ക്കും ഊർജ ലഭ്യതയ്ക്കുമായി ഓക്സിജനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ചില ബാക്ടീരിയകൾ ഇലക്ട്രോണുകളെ പുറന്തള്ളുന്നതിനായി പ്രകൃതിദത്ത സംയുക്തങ്ങളായ നാഫ്തോക്വിനോൺസ് ആണ് വിനിയോഗപ്പെടുത്തുന്നതെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ബാറ്ററികൾ കറണ്ട് പുറത്തുവിടുന്ന പ്രക്രിയയ്ക്ക് സമാനമായ ഈ പ്രവർത്തനത്തെ എക്സ്ട്രാ സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രക്രിയ വഴി ഓക്സിജന്റെ ആവശ്യമില്ലാതെ തന്നെ ബാക്ടീരിയകൾക്ക് വളരാൻ കഴിയുമെന്നും റൈസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലൂടെ തിരിച്ചറിഞ്ഞു. വൈദ്യുതി പുറപ്പെടുവിക്കും വിധമുള്ള അസാധാരണ ശ്വസന രീതി പുലർത്തുന്ന സൂക്ഷ്മജീവികളെക്കുറിച്ച് ശാസ്ത്രകാരന്മാർക്ക് വളരെ കാലം മുൻപേ അറിയാമായിരുന്നു. എന്നാൽ അവ ഇത്തരത്തിൽ വൈദ്യുതി പുറപ്പെടുവിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന ഘടന എന്താണെന്നത് തിരിച്ചറിയുന്നത് ഇതാദ്യമായാണ്. ഈ കണ്ടെത്തൽ വരും ഭാവിയിൽ വിവിധ രംഗങ്ങളിൽ വൻ സ്വാധീനമുണ്ടാക്കുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. വൈദ്യുതി പുറപ്പെടുവിക്കുന്ന ബാക്ടീരിയകൾക്ക് മലിനജല സംസ്കരണം, ബയോ മാനുഫാക്ചറിംഗ് തുടങ്ങിയ വിവിധ ബയോടെക്നോളജി പ്രക്രിയകളിലെ ഇലക്ട്രോൺ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ സഹായിക്കാനാകുമെന്നാണ് ഈ പഠന റിപ്പോർട്ട് വിശദീകരിക്കുന്നത്. അതേപോലെ രോഗനിർണയം, മലിനീകരണ നിരീക്ഷണം, ബഹിരാകാശ പര്യവേക്ഷണം തുടങ്ങിയ വിവിധ രംഗങ്ങളിലും ഈ അസാധാരണ സൂക്ഷ്മജീവികളെ വിനിയോഗപ്പെടുത്താനുമാകും. ഞങ്ങളുടെ ഗവേഷണം വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു ശാസ്ത്രീയ രഹസ്യം പരിഹരിക്കുക മാത്രമല്ല, പ്രകൃതിയിൽ പുതിയതും വ്യാപകമാകാൻ സാധ്യതയുള്ളതുമായ ഒരു അതിജീവന തന്ത്രത്തിലേക്ക് കൂടിയാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഈ പഠനത്തിന് നേതൃത്വം നൽകിയ ബയോസയൻസസ് പ്രൊഫസറും റൈസ് സിന്തറ്റിക് ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും ടെക്സസ് ക്യാൻസർ പ്രിവെൻഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കോളറുമായ കരോലിൻ അജോ ഫ്രാങ്ക്ലിൻ പറയുന്നു, ജീവശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി കൂടുതൽ സുസ്ഥിരവും സ്മാർട്ടുമായ സാങ്കേതിക വിദ്യകൾ ഉരുത്തിരിക്കുന്നതിനായുള്ള പുതിയ വാതായനങ്ങൾ തുറക്കാനും അങ്ങനെ അവ വ്യാപകമാക്കാനും സാധ്യതയുള്ള ഒരു അതിജീവന തന്ത്രത്തിലേക്കാണ് പുതിയ കണ്ടെത്തൽ വിരൽ ചൂണ്ടുന്നതെന്ന് കരോലിൻ അജോ ഫ്രാങ്ക്ലിൻ വിശദീകരിക്കുന്നു. കാലിഫോർണിയ സാൻഡിയേഗോ സർവകലാശാലയിലെ പാൽസൺ ലാബുമായി സഹകരിച്ചാണ് റൈസ് ഗവേഷകർ ഇത്തരമൊരു ഗവേഷണം പരീക്ഷിച്ചത്. വൈദ്യുതോർജ്ജോൽപാദനം പ്രകൃതിയെ തന്നെ സാധ്യമാക്കുന്ന സൂക്ഷ്മജീവികളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വിവിധ രംഗങ്ങളിലെ പുതു നീക്കങ്ങൾക്ക് നാഴികക്കല്ലായി തീരുമെന്ന് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.